പോലീസാണെന്ന വ്യാജേന മൊബൈൽ ഫോണുകളും പണവും മോഷ്ടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥൻ കൊച്ചിയിൽ പിടിയിലായി. പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ സലീം യൂസഫ്, ആലുവ എക്സൈസ് ഉദ്യോഗസ്ഥൻ സിദ്ധാർത്ഥ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. 56,000 രൂപയും 4 മൊബൈൽ ഫോണുകളുമാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി എക്സൈസ് ഉദ്യോഗസ്ഥർ മോഷ്ടിച്ചത്. കൊലപാതക കേസിലെ പ്രതിയെ കൂട്ടുപിടിച്ചായിരുന്നു മോഷണം. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്? ഇത് വളരെ വിചിത്രമായ ഒരു മോഷണ കേസാണ് ഇപ്പോൾ തടിയത്തവറമ്പ് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ വാഴക്കുളത്ത് സമീപത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്തെത്തിയാണ് ഈ 2 എക്സൈസ് ഉദ്യോഗസ്ഥർ പണവും 56,000 രൂപയും ഇവരുടെ 4 മൊബൈൽ ഫോണും തട്ടിയെടുത്തത്. കൂട്ടത്തിൽ ഈ മൊബൈൽ ഫോണും തട്ടിയെടുക്കാനെത്തിയ സംഘത്തിന്റെ കൂട്ടത്തിൽ കൊലപാതക കേസിലെ പ്രതി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ പോലീസ് ആണ് എന്ന് പറഞ്ഞവർ ഈ സ്ഥലത്തെത്തുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൈവശം ഉണ്ടായിരുന്ന 56,000 രൂപ തട്ടിയെടുക്കുന്നു. അവരുടെ കൈവശം ഉണ്ടായിരുന്ന 4 ഫോണും കൈക്കലാക്കുന്നു. ഈ പണം തരാൻ കഴിയില്ല എന്നൊക്കെ തൊഴിലാളികൾ പറഞ്ഞെങ്കിലും ഇവർ ബലം പ്രയോഗിച്ച് പണവും ഫോണും തട്ടിയെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം ഈ തൊഴിലാളികൾ പോലീസിന് പരാതി കൊടുക്കുകയായിരുന്നു. കാരണം ഇവർക്ക് പെരുമാറ്റത്തിൽ ഉൾപ്പെടെ സംശയം തോന്നി. അതുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുത്തത്. അങ്ങനെ പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ 2 പേർ എക്സൈസ് ഉദ്യോഗസ്ഥരാണെന്ന് കണ്ടെത്തിയത്. പെരുമ്പാവൂർ എക്സൈസിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള സലീം യൂസഫും ആലുവ എക്സൈസ് ഉദ്യോഗസ്ഥനായ സിദ്ധാർത്ഥ്, ഒപ്പം തന്നെ കൊലപാതക കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ള എടത്തല സ്വദേശിയായ മണികണ്ഠൻ, ഈ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 4-മനായ വിപിന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും എക്സൈസ് ഉദ്യോഗസ്ഥർ കൊലപാതക കേസിലെ പ്രതിയുമായി കൂട്ടുചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് പണവും മൊബൈൽ ഫോണും മോഷ്ടിക്കുകയായിരുന്നു.